തീ പിടിച്ചവരുടെ ഈ ശുശ്രൂഷയിൽ സാധാരണയായി നമ്മൾ ഒരു 50-60 വയസ്സിനൊക്കെ മുകളിലുള്ള വ്യക്തികൾ 10, 30, 40 വർഷമായിട്ട് ഈ ശുശ്രൂഷയുമായി മുന്നോട്ട് പോകുന്ന ആ വ്യക്തികൾ, അങ്ങനെയുള്ളവരെയാണ് ഏറെയും നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികൾ വളരെ കുറച്ചാണ് വന്നിട്ടുള്ളത്. ഇന്ന് തീ പിടിച്ചവരുടെ ഈ ശുശ്രൂഷയിൽ താരതമ്യേന വളരെ ചെറുപ്പമെന്ന് തോന്നിക്കുന്ന വളരെ ചുള്ളനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ സോജൻ, കാഴ്ചയിൽ വളരെ ചെറുപ്പമാണെന്ന് തോന്നുമെങ്കിലും അനേക വർഷങ്ങളായിട്ട് 10-30ഓളം വർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷ രംഗത്തുള്ള വ്യക്തിയാണ്. ഗാനശുശ്രൂഷയായിട്ടും പ്രൈസ് ആൻഡ് വർഷിപ്പായിട്ടും വചന പ്രഘോഷണമായിട്ടും ഒക്കെ ഈ രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ഇരിങ്ങാലക്കുട സ്വദേശിയായ സോജൻ. ബ്രദർ, സ്വാഗതം. വളരെ ചെറിയ പ്രായത്തിലെന്ന് പറഞ്ഞു. ഏകദേശം എത്ര പ്രായത്തിലായിരുന്നു ഈ അനുഭവം ഉണ്ടായത്, ദൈവാനുഭവം ഉണ്ടായത്? ഈ 16 ഒരു +1 കാലഘട്ടം. +1 കാലഘട്ടത്തിലാണ്. ഈ +1 കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ശക്തമായ ദൈവാനുഭവം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? +1 കാലഘട്ടത്തിൽ ഞാൻ ഒരു ലവ് അഫെയറിൽ പെടുന്നു. ശരി, +1 പ്രായത്തിൽ. അപ്പൊ അന്ന് അങ്ങനെ സാധ്യത തോന്നി ആ കുട്ടിയുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇത്തിരി പ്രശ്നമായി നാട്ടില്. ഇന്നത്തെ കാലത്ത് വലിയ പ്രശ്നങ്ങളൊന്നും അല്ല, അന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ. പക്ഷെ അത് വലിയൊരു പ്രതിസന്ധി ആകുന്നു. വീട്ടിൽ നിൽക്കാനും നാട്ടിൽ നിൽക്കാനും പറ്റാത്തൊരവസ്ഥ പോലെ. ഒരു ലവ് അഫെയർ എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടുമ്പുറങ്ങളിലൊക്കെയുള്ള ചെറിയ പ്രേമം. അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള ഇപ്പൊ മൊബൈലിൽ കൂടെയും ഇന്റർനെറ്റിൽ കൂടെ സാധ്യത വളരെ അങ്ങനൊന്നും ഇല്ലല്ലോ. കൂടിയാലൊരു എഴുത്തുകൊടുപ്പ്. അപ്പൊ അത് ഇത്രമാത്രം വലിയൊരു കോലാഹലം ഉണ്ടാകാൻ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു? പിന്നെ ബൈബിളിൽ ഒരു വാക്കുണ്ട് ഇങ്ങനെ, എസെക്കിയേൽ പ്രവചനം 36-33 അവിടെ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അധർമ്മങ്ങളിൽ നിന്നല്ല ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും, അതുപോലെ തന്നെ ആ അവസ്ഥകളെ ഞാനെല്ലാം ശുദ്ധീകരിച്ച് നിങ്ങൾ മടങ്ങി വരാൻ ഞാൻ ഇടയാക്കുന്ന ഒരു ദൈവത്തിന്റെ മനോഭാവം. ഇത് അത്ര വലിയൊരു അധർമ്മമായിരുന്നു. അധർമ്മം എന്നെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ചതല്ല, പക്ഷെ നാട്ടിൽ അതൊരു വലിയൊരു വാർത്തയായി. പിന്നെ അപ്പൊ എന്താ പറയാ, എല്ലാവരും സപ്പോർട്ട് ചെയ്ത്, ഞാൻ അന്ന് പാട്ടും ചെറിയ രീതിയിൽ പള്ളിയിലെ സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഓൾട്ടർ ബോയ് ആയിരുന്നു. പക്ഷെ എന്നാലും ആ സമയത്ത് അങ്ങനെ റിയലി പള്ളിയായിട്ട് വളരെ അടുത്ത ഒരു സാന്നിധ്യമായിരുന്നു അന്ന് ആ കാലങ്ങളിൽ. പക്ഷെ എന്നാലും അത് വലിയൊരു ചർച്ചയായി കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ആകെ അമ്മയാണ് എൻ്റെ കൂടെ ഉള്ളൂ. ഞങ്ങൾ ചെറിയൊരു ഫാമിലിയാണ്. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിൽ അന്ന് താമസിച്ചിരുന്നത് കല്ലംകുന്ന് ഇടവക സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലാണ്. അപ്പൊ അവിടെ പറയാം, അമ്മയ്ക്ക് മാത്രം ഇവരെ എല്ലാവരെയും, കാരണം ആ കുട്ടിയുടെ വീട്ടുകാർ ഇത്തിരി പ്രശ്നമൊക്കെ ആണെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ അവിടെ നിർത്താനൊരു പേടി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടവകയിൽ തന്നെ വിൻസെന്റ് PR എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്, എൻ്റെ സീനിയറാണ്. അദ്ദേഹം ഡിവൈനിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു, കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാൻ അവിടെ ഡിവൈനിൽ കൊണ്ടാക്കാം എന്ന രീതിയിൽ പറഞ്ഞു. അങ്ങനെ വീട്ടിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അത്ര വലിയ പ്രശ്നമല്ലെങ്കിലും ആരും ഇതിനെ ഒന്ന് എന്നാ സോൾവ് ചെയ്യാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അപ്പൊ ഞാനും വിചാരിച്ചു എന്നാ പിന്നെ ഇത് ഗതിയിൽ പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പോയി. എൻ്റെ മനസ്സിൽ അപ്പോഴുള്ള ചിന്ത എന്ന് വെച്ചാൽ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, നാട് വിട്ടു പോകാം. ഇവരെന്നെ ഇങ്ങനെ കൊണ്ടുപോയി ഡിവൈനിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലെ ചിന്ത അതാണ്. അവിടുന്ന് അപ്പൊ എനിക്ക് അന്ന് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഡിവൈനിലെ ആരംഭത്തിലൊക്കെ ഞാൻ വന്ന് ആദ്യത്തെ ആഴ്ചയിൽ എന്നെ ഈ സുഹൃത്ത് അവിടെ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു പ്രശ്നത്തിലാണ് വന്നതെന്നുള്ള കാര്യം അവരെ ധരിപ്പിച്ചു. അപ്പൊ തന്നെ എന്നെ ഒരു ധ്യാനത്തിന് വിടുക ചെയ്തത് ഫസ്റ്റ് ടൈമിൽ. ആ ധ്യാനത്തിൽ ഞാൻ ഒട്ടും സഹകരിച്ചില്ല. ആ ധ്യാനത്തിൽ ആക്ച്വലി സാധാരണ എല്ലാവരും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അത് സക്സസ് ആയി കിട്ടാനാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഭയങ്കര ഉഴപ്പി. ആ ധ്യാനത്തിൽ വേറൊരു ഫീൽ ചെയ്തൊരു സംഭവം കൂടി ഉണ്ട്. പനക്കലച്ചന്റെ പ്രസംഗമൊക്കെ ഇങ്ങനെ ലെങ്തി ആയിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ്, അപ്പൊ രണ്ടാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ 10:30 കഴിഞ്ഞു. അപ്പൊ ഞാൻ കണ്ടെത്തിരി 11+1 കാലഘട്ടം 16-17 വയസ്സുള്ളെങ്കിലും ഇത്തിരി ദേഷ്യം കൂടുതലായിരുന്നു ആ ടൈമിൽ. ഞാൻ അന്ന് ഡിവൈൻ ധ്യാനത്തിന്റെ ഡയറക്ടറായ പനക്കലച്ചനോട് പോയിട്ട് ആ 10:30 നേരത്ത് അച്ഛൻ സ്റ്റേജിൽ നിന്ന് ബൈബിളും പിടിച്ചിറങ്ങി വരുമ്പോൾ ഞാൻ ചെന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ വളുവളന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വല്ലതും ശരിയാവുമെന്ന് ചോദിച്ചു. കാരണം ഞാനും മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചതല്ല. കാരണം സാധാരണ അന്നത്തെ ഒരു തൃശ്ശൂർ സ്ലാങ് കൂട്ടുകാരായിട്ട് പറയും, നീ എന്താ വളുവളെന്നൊക്കെ പറയണ അങ്ങനെയല്ല പറയും. അച്ഛൻ്റെ തോളിൽ കൈയിട്ട് കൊണ്ടുപോയി താഴേക്ക് ഊട്ടുമുറി വരെ
കാരണം അച്ഛൻ, ഞാൻ പിന്നീട് അവിടെ 8 വർഷം ശുശ്രൂഷ ചെയ്തു. ഇപ്പോഴും അവിടെ ഗുഡ്നസ് ടിവിയിലും മറ്റു കുട്ടികളുടെ ധ്യാനത്തിലൊക്കെ സഹായിക്കുന്നുണ്ട്. അച്ഛൻ ആരെങ്കിലും തോളിൽ കൈയിട്ട് കൊണ്ടുപോകണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആരെങ്കിലും ചെന്ന് അച്ഛൻ്റെ കൈ പിടിക്കണ കണ്ടിട്ടുള്ളൂ. അപ്പൊ അച്ഛൻ എന്നെ തോളിൽ കൈയിട്ട് ഊട്ടുമുറി വരെ വന്ന് എന്നോട് വിശേഷം ചോദിച്ചു. എന്നോട് ആകെ പറഞ്ഞ ഒരു ഒറ്റ ഡയലോഗ് ഇത്രയേ ഉള്ളൂ, മോനെ ധ്യാനം കഴിയുമ്പോൾ എന്നെ കാണാൻ പറഞ്ഞു എന്നെ പറഞ്ഞു. അതാണ് ആ ഫസ്റ്റത്തെ ടൈമിലുള്ള അനുഭവം. അത് കഴിഞ്ഞ് ആ ധ്യാനം കഴിഞ്ഞ് അച്ഛനെ പോയി കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ അച്ഛനെ പോയി കണ്ടു. കാരണം അത് പറഞ്ഞു എൻ്റെ മനസ്സിൽ അപ്പോഴാകെ ആ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ചിന്ത ഇത്രയേ ഉള്ളൂ. കാരണം അച്ഛനെ തോളിൽ, എനിക്ക് അപ്പൻ്റെ സ്നേഹം ചെറുപ്പം മുതലെങ്ങനെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പൊ അച്ഛനിങ്ങനെ ഷോൾഡറൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു അപ്പൻ്റെ സ്നേഹത്തോടെ എന്നെ കൊണ്ടുപോയത് എന്നെ വളരെയധികം, അതുമാണ് എനിക്ക് ആ ധ്യാനത്തെക്കാൾ കൂടുതൽ ആശ്വാസം തന്നത് ആ ഒരു രംഗമാണ്. അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ ആഴ്ചയിൽ മുഴുവനും അച്ഛനെ കാണണം എന്നുള്ള ചിന്തയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പോകണം എന്നുള്ള ചിന്തയാണ്. അത് കഴിഞ്ഞ് ഞാൻ അച്ഛനെ കണ്ടു. ബാഗും പിടിച്ച് ആ തിടുക്കത്തോടെ തന്നെ അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നു. അപ്പൊ അച്ഛൻ ഇങ്ങനെ കൈകാട്ടി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചിട്ടില്ല, അത് കാരണം ഒരാഴ്ച കൂടി ധ്യാനിക്കാൻ പറഞ്ഞൊരു സ്ലിപ്പ് എഴുതി തന്നു. അപ്പൊ ഞാൻ എന്നെ ഏൽപ്പിച്ച, അവിടെ ഒരാളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞില്ല, അവരോട് ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2ാമത് ധ്യാനത്തിന് കയറി. പിറ്റേ ആഴ്ചയിൽ എനിക്കൊരു ദൈവാനുഭവം ഉണ്ടായി. അതിനാണ് ആക്ച്വലി ഞാൻ എൻ്റെ ജീവിതം ടോട്ടലി ചേഞ്ച് ആയി. അതുവരെയുള്ള ചിന്തയും ആ സമയത്ത് സംഭവിച്ചത് ഈ 2ാമത്തെ ധ്യാനത്തിൽ ആദ്യത്തെ 2-3 ദിവസങ്ങളിലും മുന്നത്തെ ആഴ്ച തന്നെയുള്ള ഒരു ഇത് തന്നെയായിരുന്നെങ്കിലും അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് ഞാനിരിക്കുന്ന റോയിൽ ഒരു 3 ചെയർ അപ്പുറം ഒരു ഇടിവാള് ബാബു എന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടേഷൻ നെയിമുള്ള ഒരു പേര് ഉള്ള ഒരു വ്യക്തി ധ്യാനിക്കുന്നുണ്ട്. ആള് വരാൻ കാരണം 1.5 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ കൈ ഇതേപോലെ ആ കൊട്ടേഷൻ പ്രശ്നം എന്തോ അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞു. അപ്പൊ അത് കാരണം വെട്ടി, അത് റൈറ്റ് ഹാൻഡ് ബൈക്കിന് വന്ന ആൾക്കാർ പിടിച്ചത് 3ആയിട്ട് വെട്ടി. അതപ്പം തന്നെ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയൊക്കെ സ്റ്റിച്ച് ചെയ്ത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇന്നത്തെ ഞാൻ കാണുമ്പോഴുള്ള ഒരു രൂപം എന്ന് പറഞ്ഞാൽ ജീൻസും ഒരു ജുബയാണ്, ഇവിടെ പ്രസ് ബട്ടണാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ തളർന്നു കിടക്കുന്ന കൈയുടെ ഭാഗത്ത് തോൾസഞ്ചിയിൽ 6 ഡോക്ടർമാർ ട്രീറ്റ് ചെയ്ത എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ട്. ഏതച്ഛനെ കണ്ടാലും അദ്ദേഹത്തെ എടുത്ത് കാണിക്കുന്നത് ഞാൻ പലതും ആ ധ്യാനത്തിൻ്റെ ഇടയിൽ കണ്ടു. അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ ആളോട് എന്തെങ്കിലും വിശേഷമൊക്കെ ചോദിക്കും. പക്ഷെ ആള് നന്നായി, എന്നേക്കാളും നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു കൊട്ടേഷനിൽ ഉണ്ടായിരുന്ന ലീഡറായിട്ടിരുന്ന ഒരാള് ഇത്ര പ്രാർത്ഥിക്കുന്നത്, ഞാൻ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്കത് പറ്റാത്ത ആ കൂടെ ചെയ്ത തെറ്റ് ഇത് ഈ ഒരു ചെറിയ പ്രണയബന്ധം മാത്രമാണ്. അപ്പൊ ഈ 2ാമത്തെ ധ്യാനമായപ്പോഴത്തേക്കും അത് തെറ്റാണെന്ന് വല്ലതും തോന്നിയായിരുന്നു? തെറ്റാന്ന് തോന്നുകയല്ല ചെയ്തേ, മറിച്ച് ആ ചിന്ത അങ്ങോട്ട് മാറി ടോട്ടലി. അതായത് ആദ്യത്തെ ആഴ്ച ഫുൾ അത് തന്നെയായിരുന്നു, അതെങ്ങനെയും ശരിയാവട്ടെ എന്ന്. 2ാമത്തെ ധ്യാനത്തില് ശരിയായില്ലെങ്കിലും കുഴപ്പമില്ലെന്നുള്ള കാരണം അതിന് ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. അങ്ങനെ ചിന്ത വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞത്, ഞാൻ ഈ പരിചയപ്പെട്ട ഇടിവാള് ബാബു എന്ന് പറഞ്ഞ മനുഷ്യന്റെ കൈ 6 ഡോക്ടർമാരും ഇത് ഇങ്ങനെ അഴുകി പോകത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇത് എന്താ പറയാ ആരോഗ്യത്തോട് ഉയർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് വെച്ചാൽ വ്യാഴാഴ്ച ധ്യാനത്തിൽ 2ാമത്തെ ആഴ്ച ധ്യാനത്തിൽ വ്യാഴാഴ്ച ആരാധനയില് ഒരുപാട് നേരം സ്തുതിപ്പണം. അപ്പൊ ഞാൻ ഒരുപാട് നേരം ഒന്നും സ്തുതിക്കാൻ നിന്ന് കൊടുക്കാറില്ല. കാരണം ഞാൻ ടോട്ടലി ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഇരിക്കും. ചിലപ്പോൾ കണ്ടിന്യൂസ് 15-20 മിനിറ്റ് ആയിരിക്കും സ്തുതിപ്പ്. ഞാനിങ്ങനെ എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു സ്വഭാവമാണ്. ഇതെങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണേ, ഓരോരുത്തരുടെ പ്രാർത്ഥന രീതിയൊക്കെ കാണുക, അളക്കുക, ഇതൊക്കെ ഒരു സ്വഭാവമായിരുന്നു. ആ ടൈമിൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യന്റെ കൈ ഞാനിങ്ങനെ സർക്കിൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക എല്ലാവരെയും. അത് ലേഡീസിന്റെ ഭാഗത്ത് അമ്മച്ചിമാരും അപ്പച്ചന്മാരുടെ ഭാഗത്ത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ വ്യക്തിയുടെ കൈ ആള് പോലും അറിയാതെ, ആള് ലെഫ്റ്റ് ഹാൻഡ് ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആള് പോലും അറിയാതെ ആളിങ്ങനെ പതുക്കെ മൂവ് ചെയ്ത് ഉയർത്തി. അപ്പൊ ഇത് പറഞ്ഞ എക്സ്പീരിയൻസ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാനും കസരന്ന് അപ്പോൾ ഒരു പേടിയും ഒരു വിറയിലും, അവിടെ അത്ഭുതം ഉണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ അതൊരു വലിയ കാഴ്ച എനിക്ക് വേണ്ടി തന്നതാണെന്ന് ഞാനത് വിശ്വസിക്കുകയാണ്. അത്ഭുതം. ഞാൻ എഴുന്നേറ്റ് ഉറക്കെ യേശുവെന്ന് വിളിച്ചു. അപ്പോഴാണ് അവിടെ ഒരു മാനസാന്തരം എൻട്രി ചെയ്യുന്നത്. ശരിക്കും അതൊരു വലിയ അനുഭവമായിരുന്നു. അതിനുശേഷം ആ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോ വീട്ടിലേക്ക് തന്നെയാണോ വന്നത്? ഇല്ല, ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്നെ അവിടെ ഒരു കുട്ടികളുടെ ധ്യാനത്തിൽ നിൽക്കാനാണ്, അതായത് കുട്ടികളെ ധ്യാനത്തിൽ സഹായിക്കാനായിട്ട്. ആദ്യത്തെ ധ്യാനം കഴിഞ്ഞപ്പോ തന്നെ പ്രേക്ഷിതനായി. അത് പനക്കിലച്ചൻ നിയോഗിച്ചതാണ്. പനക്കിലച്ചൻ അത് മുന്നേ എന്നെ കൊണ്ടുപോയി സുഹൃത്ത് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പനക്കിലച്ചൻ 2ാമത് ധ്യാനം കഴിഞ്ഞ് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇത് തന്നെയായിരുന്നു. അച്ഛൻ പറഞ്ഞു, കുട്ടികളുടെ ധ്യാനത്തിലേക്ക് ഒരു സ്ലിപ്പ് എഴുതി കൊടുത്തു. ഒന്ന് ആൽബർട്ട് എന്ന് പറഞ്ഞൊരു ബ്രദറായിരുന്നു. അദ്ദേഹം സ്ലിപ്പ് ചെയ്ത് കുട്ടികളുടെ ധ്യാനത്തിൽ അവിടെ കുട്ടികളെ സഹായിക്കാനായിട്ട് പോകാൻ പറഞ്ഞു. അതേ തന്നെയാണ് മുന്നേയും പറഞ്ഞിരുന്നത്. അപ്പോൾ സെൽവരാജ് എന്ന് പറഞ്ഞൊരു ബ്രദർ എന്നെ ഏൽപ്പിച്ചു. ശുശ്രൂഷയ്ക്ക് ആളാവശ്യമുള്ള ഒരു സാധ്യതയുടെ സമയമാണ്. ഞാനിങ്ങനെ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കളിക്കുന്നു, ഫയർ ഡാൻസ് ഒക്കെ കളിക്കുക. അത് ഡീറ്റെയിൽ പഠിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടറിഞ്ഞൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ഡാൻസ്
നമുക്ക് അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ കുട്ടികളുടെ ശുശ്രൂഷയിൽ അത് പ്രയോജനപ്പെട്ടു. അപ്പൊ അവിടെ 2 സെക്ഷനൊക്കെ ആയിട്ട് ധ്യാനം വന്നു. 800 കുട്ടികളൊക്കെ വന്നു. അപ്പോൾ ഹൈസ്കൂളും UP-യും ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരു സ്ഥലത്ത് ചെയ്യാൻ ആളില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരാഴ്ച കഴിഞ്ഞ് 2ാമത്തെ ആഴ്ച ഞാൻ സ്റ്റേജിലാണ്, ശുശ്രൂഷയിലാണ്. ഇത് ഏത് കാലഘട്ടത്തിലായിരുന്നു ശരിക്കും? ഇത് ഞാൻ 99-ലാണ് അവിടെ ചെല്ലുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നേരെ കണ്ടിന്യൂ, പിന്നെ കുറെ കാലം അവിടെ തന്നെയായിരുന്നു. ഒരു 8 വർഷം ഡിവൈനിൽ തന്നെ നിന്നു. തുടർച്ചയായിട്ട് പിന്നീട് 8 വർഷം ഈ കുട്ടികളുടെ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുടെ ശുശ്രൂഷയിലും അത് കഴിഞ്ഞ് കുട്ടികൾ ഞാൻ ഇത്തിരി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇത്തിരി എന്താ പറയുക ബ്രില്യൻസ് ആയതുകൊണ്ട് അവിടുത്തെ കുറച്ച് ഒരു 1.5-2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മെസ് ഇൻചാർജായി, ഫാദേഴ്സിന്റെ റെഫക്ടറി ഇൻചാർജായിട്ട് 19ാമത്തെ വയസ്സിൽ എന്നെ പിടിച്ച് മാത്യു തടത്തിൽ VC, അദ്ദേഹം അന്ന് പ്രൊക്കുറേറ്റർ ആയിരുന്നു, അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞ് അങ്ങനെ നിർത്തി ഞങ്ങളുടെ ഇൻചാർജിന്റെ കെയർ ഓഫിൽ. പിന്നെ ഞാൻ അവിടെ നന്നായിട്ട് ചെയ്തു. അത് അച്ഛന് വളരെ ഇഷ്ടമായി. പിന്നെ അച്ഛൻ അവിടെ നിന്ന് മാറ്റാനായിട്ട് ഒരു നിലയ്ക്കും തയ്യാറായില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് പോയി അവിടെ ക്ലാസ് എടുക്കും, പാട്ടുപാടും, ആക്ഷൻ ചെയ്യും, അങ്ങനെയൊക്കെ കുട്ടികളുടെ ധ്യാനത്തിൽ സഹകരിക്കും. പക്ഷെ മെയിനായിട്ടൊരു ഇൻചാർജ് ലെവലിലായിരുന്നു ഞാൻ. 19ാമത്തെ വയസ്സിൽ ജോസഫിനെ അവിടെ പൊത്തീഫറിന്റെ ഭവനത്തിൽ ഉയർത്തി എന്ന് പറയുന്ന പോലെ ചെറുപ്പത്തിലെ തന്നെ വലിയ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനായിട്ട് ദൈവം അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തില് ഇങ്ങനെ ശുശ്രൂഷയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ വീട്ടിലെ അവസ്ഥകളൊക്കെ എങ്ങനെയായിരുന്നു? വീട്ടില് വളരെ എന്താ പറയാ, അങ്ങനെ വലിയ ഞങ്ങൾ സാധാരണ അമ്മ കൂലിപ്പണിക്ക് പോകുന്ന ഇതായിരുന്നു. എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അപ്പച്ചൻ്റെ സ്നേഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പച്ചൻ്റെ സ്നേഹം ചെറുപ്പം മുതൽ കിട്ടിയിട്ട്, അതുകൊണ്ടാണ് പനക്കലച്ചന്റെ ഹഗ്ഗിങ്ങിൽ തന്നെ എനിക്ക് വലിയൊരു ആശ്വാസം കിട്ടിയത്. അപ്പച്ചന്റെ സ്നേഹം അമ്മയുടെ റിലേഷൻ എന്ന് പറഞ്ഞ ഒരു ഇന്റർകാസ്റ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചെറുപ്പം മുതൽ എന്റെ ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിൽ തന്നെ അവര് അങ്ങോട്ടും തിരിഞ്ഞു. അങ്ങനെ വേറെ ലൈഫായി അവിടെ. പിന്നെ അത് എന്നെ ബാധിക്കുന്നില്ലായിരുന്നു കുഞ്ഞിലെ ഒന്നും. കാരണം ഇങ്ങനെ എനിക്കത് ബാധിച്ചു തുടങ്ങിയത് ഞാൻ ഈ അഫെയറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആരും ഇല്ല, ഒരു സുരക്ഷിതത്വം ഇല്ല, അങ്ങനെ ആരും നമ്മളൊന്ന് ഒന്നല്ലേ മറ്റു അച്ഛനെ കണ്ടിട്ടേ ഇല്ലില്ല, ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല. കാരണം വേറെ സാധ്യതകളായി, അവർക്ക് വേറെ ഫാമിലി ആയി എന്നുള്ളത് മനസ്സിലായി. പിന്നീട് പറഞ്ഞു തന്നപ്പോ അതൊക്കെ മനസ്സിലായി. അപ്പൊ എനിക്ക് തോന്നുന്നു എന്നെ വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ വളർത്തിയതൊക്കെ. അമ്മ എന്താണ് അച്ഛനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്? അമ്മ അങ്ങനെ ഒരു അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ അങ്ങോട്ട് ഒരു ലൈഫിലേക്ക് പോകാനായിട്ട് അമ്മ ഇഷ്ടപ്പെട്ടില്ല ഒരിക്കലും. ആ ഹൈന്ദവ രീതിയിലേക്ക് പോകാനായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അമ്മ പിടിച്ചു നിർത്തിയത്. അമ്മ എന്റെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ ഒരു വിശ്വാസ ജീവിതത്തിൽ, ക്രൈസ്തവ പാരമ്പര്യ വിശ്വാസത്തിൽ എന്നെ വളർത്തി എനിക്ക് മാമോദിസ തന്നു എന്നുള്ളതാണ്. അമ്മ ക്രിസ്ത്യാനിയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആ ലൈഫ് പിന്നെ അങ്ങോട്ട് വന്നത്. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ്. പിന്നീട് വിവാഹമൊന്നും കഴിച്ചില്ല? ഇല്ല, എന്നെ നോക്കി വളർത്തി ഇങ്ങനെ അമ്മ. നിന്നെ വളർത്താൻ വേണ്ടി അമ്മ ലൈഫ് ഒഴിഞ്ഞു വെച്ചു. അതായത് നിന്നെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ പോകുന്നത്. പിന്നീട് മറ്റ് ഒരു എന്റെ കുഞ്ഞിലെ പ്രൊപ്പോസലൊക്കെ കൊണ്ടുവന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. വീടിന്റെ അവിടെ ഇങ്ങനെ പ്രൊപ്പോസലൊക്കെ ഓരോരുത്തർ പറയുന്നതൊക്കെ എന്റെ ചെറുപ്പത്തിലുള്ള ഒരു ഓർമ്മ എനിക്കുണ്ട്. പക്ഷെ ഒന്നിനും അമ്മ അത് ഇൻട്രസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അമ്മയുടെ ജീവിതം ഇങ്ങനെ ഇനി ആയി. മകനെ വളർത്താൻ വേണ്ടി പിന്നീടുള്ള ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചു. എന്ന് മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ വളർത്തണമെന്നുള്ളത് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. അപ്പൊ അമ്മയുടെ ആ വിശ്വാസവും പ്രാർത്ഥനയും തോജനെ ഒത്തിരി സ്വാധീനിച്ചു. തീർച്ചയായും. ഈ BLM-ൽ എത്ര കാലം ഉണ്ടായിരുന്നു? BLM-ൽ 8 വർഷം ഉണ്ടായിരുന്നു. അവിടെ എന്തായിരുന്നു മെയിൻ ആയിട്ടുള്ള ശുശ്രൂഷകൾ? BLM-ൽ ഞാൻ അവിടെ പ്രഥമ ഡയറക്ടറായിരുന്ന ജോയ് തറക്കിലച്ചൻ, ഞാനും അച്ഛനും കൂടിയിട്ട് സ്പിരിച്വാലിറ്റി സെന്ററിലാണ് ആദ്യം തുടങ്ങിയത്. രൂപതയ്ക്ക് അങ്ങനെ ഒരു സെന്റർ ഉണ്ടായിരുന്നില്ല സ്പിരിച്വലായിട്ട്. അങ്ങനെ അപ്പൊ ജോയ് തറക്കിലച്ചൻ അവിടെ ഞങ്ങൾ സ്പിരിച്വാലിറ്റി തന്നെ, അവിടെ സൗകര്യം കുറവാണ്, എന്നാലും വീടുകളിലൊക്കെ താമസിപ്പിച്ച് ഞങ്ങൾ 2-3 ധ്യാനങ്ങളൊക്കെ നടത്തി. അപ്പോൾ ഞാൻ ഈ ഡിവൈൻ പശ്ചാത്തലം ഉള്ളത് കൊണ്ട് അച്ഛൻ തന്നെ വലിയ കാര്യമായിരുന്നു. കാരണം അച്ഛനും കരിസ്മാറ്റിക് ആയിട്ട് അങ്ങനെ അത്രയും അടുത്ത് വന്നിട്ടില്ലായിരുന്നു, അച്ഛൻ്റെ ഇടവക ധ്യാനങ്ങളൊക്കെ ആയതുകൊണ്ട്. പിന്നെ ജയിൽ മിനിസ്ട്രി അച്ഛൻ്റെ വലിയൊരു ഘടകമായിരുന്നു. എന്നാലും കരിസ്മാറ്റിക് അച്ഛൻ പരിചയപ്പെട്ടത് കൂടുതലായിട്ട് ഞാനും കൂടി ജോയിൻ ചെയ്തപ്പോഴാണ്. അങ്ങനെയാണ് ആ ഒരു ബന്ധം വന്നത്. അപ്പൊ അച്ഛന് ക്ലാസ് എടുക്കാനും, ഞാൻ അന്നേ തന്നെ ക്ലാസ് എടുക്കുമായിരുന്നു, ക്ലാസ് എടുക്കാനും പാട്ടുപാടാനും. അപ്പൊ അച്ഛനെ സഹകരിച്ചു. അങ്ങനെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഹോളി പിതാവിന്റെ മെത്രാഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സെന്റർ വേണമെന്നുള്ളൊരു തീരുമാനം വന്നു. അങ്ങനെ ജോയ് തറക്കലച്ഛനെ വിളിച്ചു, അച്ഛനെയും ഞങ്ങളും കൂടിയിട്ട്. അപ്പൊ ഞങ്ങളായിരുന്നു അവിടെ. അപ്പൊ അച്ഛൻ പറഞ്ഞ ഇങ്ങനെ പിതാവ് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകുന്നു. അങ്ങനെ BLM-ൽ ജോയിൻ ചെയ്തു. അങ്ങനെ 8 വർഷം തന്നെ അവിടെ BLM-ന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പൊ എവിടെയാണ് കൂടുതലായിട്ട്? ഇപ്പൊ ഞാൻ ആക്ച്വലി ബോസ്കോ ഞാളിയത്തച്ഛന്റെ കൂടെയാണ്.
അച്ഛന്റെ സെന്റർ വല്ലതും ഉണ്ടോ? അച്ഛനുണ്ട് കറുകുറ്റിയിൽ കാർമൽ ധ്യാന കേന്ദ്രം. അവിടെയാണ് ഇപ്പോൾ ഞാനുള്ളത്, ധ്യാനത്തിനുള്ളത്. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള സാധ്യതകളൊക്കെ അസ്തമിച്ചിരിക്കും. ഇപ്പൊ വീണ്ടും ഇപ്പൊ എന്തൊക്കെ ശുശ്രൂഷകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്? ഇപ്പോ കുട്ടികളുടെ ധ്യാനങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ ധ്യാനമാണ് കുട്ടികളുടെ ധ്യാനം ശോഭിക്കുന്നത് അല്ലേ? എല്ലാ ഫീൽഡും പോകുന്നു, കുട്ടികളുടെയും യൂത്തിന്റെയും ഇടവക ധ്യാനം എങ്കിലും കൂടുതലായിട്ടും. അതെ തന്നെ. പിന്നെ ഞാൻ തന്നെ സ്വയമായിട്ട് ധ്യാനം നടത്തുമായിരുന്നു. മാവേലിക്കര രൂപതയില്, തിരുവല്ല രൂപതയിലൊക്കെ 8-9 ഇടവകയിൽ ഒറ്റയ്ക്ക് പോയിട്ട് പാട്ടും ക്ലാസ്സും ആരാധന അങ്ങനെ ഒന്നിച്ച്. കാരണം അപ്പൊ അവർക്ക് നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് അങ്ങനെ വിളിക്കാറുണ്ട് ആ ധ്യാനങ്ങൾ. ബ്രദറിന്റെ ഈ കുടുംബജീവിതത്തിലേക്ക് വന്നാല് വിവാഹം കഴിച്ചോ? വിവാഹം കഴിച്ചതായിരുന്നു. അത് അന്ന് ഈ 16 വയസ്സിൽ പ്രണയിച്ച പെൺകുട്ടിയെ തന്നെയാണോ വിവാഹം കഴിച്ചത്? അതോ? ഒരിക്കലും അല്ല. അത് അന്നേ തന്നെ തീർന്ന ആ ബന്ധം, ആ ഒരു പ്രണയം എന്നെ മറ്റൊരു പ്രണയത്തിലേക്ക് കൊണ്ടുപോയത് എന്ന് പറഞ്ഞാൽ വേറൊരു ഈശോയുമായിട്ടുള്ള ഒരു പ്രണയത്തിലേക്ക്. കാരണം അത് വല്ലാത്തൊരു ലൈഫ്. കാരണം 16 വയസ്സ് +1 കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ഡിവൈനിലൊക്കെ ഉള്ളപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം വീണ്ടും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതകളുണ്ട്. പക്ഷെ അന്ന് ഭയങ്കര ഒരു സ്പിരിച്വൽ എനർജി അങ്ങോട്ട് നന്നായിട്ട് വന്നിരുന്നു. എൻ്റെ ഇൻചാർജ് പലപ്പോഴും ഒരു കെട്ട് ലെറ്ററൊക്കെ ആയിട്ട് എന്നെ വിളിക്കാറുണ്ട്. ഇത് നിനക്ക് വന്ന ലെറ്ററാന്ന് എനിക്ക് കാണിച്ചു തരുന്നു. അദ്ദേഹം ഇപ്പൊ അമേരിക്കയിലാണ്. ബിബി എന്ന് പറഞ്ഞൊരു ബ്രദറായിരുന്നു അന്ന്. അപ്പൊ അത്രയും, കാരണം ആ സാധ്യതകൾ അന്ന് അങ്ങനെയായിരുന്നു. പക്ഷെ അന്ന് ഭയങ്കര ഒരു എനർജി ആയിരുന്നു. തുടക്ക കാലഘട്ടത്തിലൊക്കെ ഒരു പ്രാർത്ഥനാനുഭവം ഒക്കെ ഉണ്ടായി. പലരും ഇങ്ങനെ വളരെ ഊർജ്ജസ്വലതയോടൊക്കെ കർത്താവിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കാറുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ളവര് അവര് ഈ ഗാനശുശ്രൂഷ അല്ലെങ്കിൽ ഈ പ്രൈസാമർ ഇതിനെ ഒരു തൊഴിൽ മാത്രമായിട്ട് കാണുന്നു. തൊഴിലിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിട്ട് അടുത്ത തൊഴിലിന് പോകുന്നു. അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മൾ കാണാനായിട്ട് ഇടയായിട്ടുണ്ടേ. അപ്പം ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തില് ഇത് ശരിക്കും ഈശോയോട് കത്തിയ ഒരു പ്രണയത്തിന്റെ പേരിലാണോ ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയത്? അതോ? റിയലി അതിനൊരു ചെറിയ അനുഭവം ഞാൻ പറയാം ബ്രദറെ. അതായത് ഞാൻ അവിടെ പനകശം പറഞ്ഞിങ്ങനെ അവിടെ ടീമിൽ പോയി കുട്ടികൾ ഇറങ്ങി പോവാതിരിക്കാൻ നോക്കാനാണ് എനിക്കുള്ള ഡ്യൂട്ടി. ധ്യാനത്തിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ ഏതാണ്ട് +2 പഠിക്കുന്നവർ എൻ്റെ അത്ര തന്നെ ഉണ്ട്. എന്നാലും ഞാൻ അവരെ ഗൈഡ് ചെയ്യും. അന്ന് ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു എന്നെ പോലെ തന്നെ. എല്ലാവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല. 1-2 പേരുടെ പേര് എനിക്കറിയാം. സിജോ, ഷിനോജ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരാളുടെ പേര് എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ അന്ന് 4 പേരുണ്ടായിരുന്നു. അപ്പൊ അന്ന് ബിജി ജോസഫ് എന്ന് പറഞ്ഞൊരു ബ്രദർ അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വരാറുണ്ട്. അദ്ദേഹം ഇങ്ങനെ കുട്ടികൾക്ക് ആന്തരിക സൗഖ്യ ആരാധന നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അതാണ് വളരെ പ്രസക്തം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മെസ്സേജ് പറയാണ്. കുട്ടികൾക്ക് രോഗശാന്തി ഇതൊക്കെ പറഞ്ഞു ഇപ്പൊ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കർത്താവ് ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നു, ഒരു ശുശ്രൂഷ വരം കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു മെസ്സേജ് പറഞ്ഞു. പക്ഷെ അന്ന് ഇതിന്റെ സത്യാവസ്ഥ ഒന്നും അറിയില്ല. കാരണം എല്ലാവരും ഞങ്ങൾ അവിടെ ഉണ്ട്, നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. 2-3 വർഷം അവരൊക്കെ ഉണ്ടായിരുന്നു. ചിലർ അതിൻ്റെ ഇടയിൽ പോയി. അങ്ങനെ അവരും ഇതേപോലെ ചെറിയ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ആരാണ് ഞാനെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ കാലാന്തരത്തില് അവരൊക്കെ ഓരോ പ്രശ്നം വഴി ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോ പോയി. അവരൊക്കെ പോയി. അതിലൊറ്റപ്പെട്ടത് ഞാൻ മാത്രമായിരുന്നു. അപ്പൊ ആ വിളി എനിക്ക് തന്നെയാ കിട്ടിയ. കാരണം അതിന് പിന്നീട് ഒരു അനുഗ്രഹത്തിന്റെ പരമ്പര തന്നെയാണ്. കാരണം പെട്ടെന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങി, പെട്ടെന്ന് നമ്മള് പാട്ട് പാടാൻ തുടങ്ങി, കീബോർഡ് പഠിച്ചില്ലെങ്കിലും കീബോർഡ് വായിക്കാൻ തുടങ്ങി. കാരണം ഒരു സെൻസ് പരിശുദ്ധാത്മാവ് എല്ലാത്തിനായിട്ട് തന്നു. അപ്പൊ ആ കൃപ നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ നമ്മള് ആ വിളിയും മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അങ്ങോട്ട് നിന്നു കൂടെ ചങ്കായിട്ട്. ഈ ആ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ പലരും ഇങ്ങനെ നമ്മുടെ ധ്യാനമൊക്കെ കൂടുന്നവര് ജീവിത പങ്കാളിയാകാൻ താല്പര്യമൊക്കെ പ്രകടിപ്പിച്ച് വരുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒത്തിരി പേര് കല്യാണം കഴിച്ചിട്ടുമുണ്ട്. അപ്പൊ ബ്രദർ അങ്ങനെയുള്ള ബന്ധത്തിലല്ലോ ആണോ കല്യാണം കഴിച്ചത്? അതോ? അങ്ങനെയല്ല അങ്ങനെ ബ്രദർ പറഞ്ഞ സാധ്യത ഉണ്ടായിരുന്നു. അവിടെ ഡിവൈനിൽ തന്നെ വെച്ച് 1-2 ഇങ്ങനത്തെ ഒരു ഫാമിലിനെ കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. ഫാമിലി ആയിട്ട്. കാരണം ആ പിള്ളേര് +2 ഒക്കെ വരുമ്പോ നമ്മളാണ് അവിടെ സ്കിറ്റ് ചെയ്യുന്നത്. അവിടെ സ്കിറ്റിന്റെ മെയിൻ റോള് ഞാനാണ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ സാബു ആരക്കുഴ എന്ന് പറഞ്ഞ ബ്രദർ ഉണ്ട്. ആളൊരു മ്യൂസീഷ്യനാണ്, കുറെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ അദ്ദേഹമാണ് ഞങ്ങൾക്ക് ക്രിസ്ത്യൻ ധ്യാനത്തിന് തന്നെ ഒരു സ്കിറ്റ് വീഡിയോ ടൈപ്പ് ആക്കി തന്നൊരു കാലം. പണ്ട് നമ്മളിങ്ങനെ അഭിനയിച്ച് കാണിക്കലായിരുന്നു, ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ഇല്ലാതെ. ഇത് ഫുൾ ഒരു CD ആയിട്ട് ഫുൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ട്. അപ്പൊ അതില് റോളിംഗ് ഒക്കെ നമ്മളായിരുന്നു മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെ 1-2 ഇൻസിഡന്റ് ഉണ്ട്. ഫാമിലി കൊണ്ടുവന്നു, പാരന്റ്സിനെ കൊണ്ടുവന്ന്. എൻ്റെ ലൈഫിൽ എന്ത് പ്രശ്നമാണെങ്കിലും കുഴപ്പമില്ല. അതായത് നമുക്കറിയാലോ ഇങ്ങനെയാണ്, സാക്ഷ്യത്തിലൊക്കെ പറയും. അപ്പൊ പറയും അതൊന്നും കുഴപ്പമില്ല, അവര് നമ്മളെ
ടോട്ടലി എടുക്കാവുന്ന രീതിയിൽ വരുന്ന പോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ തട്ടിക്കളഞ്ഞു. അത് കളഞ്ഞു. അന്നൊക്കെ നമ്മള് ഭർത്താവിനെ ശരിക്കും ഇങ്ങനെ പറഞ്ഞ അത്രയും നമ്മള് എനർജി ഈശോയോടുള്ള സ്നേഹത്തിൽ നമ്മളെ കൊണ്ട് പിടിക്കപ്പെട്ടു. പിന്നെ നമുക്ക് ആ ഒരു വിവാഹത്തിന്റെ ഒരു സമയം എന്തായാലും ഉണ്ടല്ലോ ലൈഫില്. എന്തായാലും ഞാൻ സന്യസിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോ ഒരു ദൈവവിളി നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഡിവൈനിൽ നിന്ന് 8 വർഷം കഴിഞ്ഞ് ഡിവൈനിന്റെ തന്നെ ഒരു സെന്റർ ഉണ്ട് കോട്ടയം പ്രൊവിൻസ് വിൻസെൻസിന്റെ. അവിടെ പാട്ടുകാരനില്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 2.5 വർഷക്കാലം അവിടേക്ക് പാട്ട് പാടാൻ പോയി. അങ്ങനെ അവിടെ 2.5 വർഷം കഴിഞ്ഞു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കാരിസ് ഭവൻ എന്നൊരു ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നു. അവിടെ ഒരു 3 വർഷം ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് മാരേജ് നടക്കുന്നത്. അതിലൊരു ഇതുപോലെ ധ്യാനത്തിന് വന്ന ആൾക്കാർ അല്ല അതിനു മുമ്പ് തന്നെ അതിന് കാരണമായ ഒരു സിസ്റ്റർ ഉണ്ട് എൻ്റെ ലൈഫിൽ. കാരണം എല്ലാവർക്കും ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ എനിക്കൊരു സ്പിരിച്വൽ മദർ ഉണ്ട്. അത് സിസ്റ്റർ ഗൈൽസ് ആണ്, വിസിറ്റേഷൻ കോൺഗ്രിഗേഷനിലെയാണ്. സിസ്റ്ററിനെയാണ് ആദ്യം പരിചയപ്പെട്ടത്. സിസ്റ്റർ ഇങ്ങനെ വന്നു കഴിഞ്ഞു ഒരു ധ്യാനത്തിന് വന്നപ്പോൾ എൻ്റെ ഈ ശുശ്രൂഷ ഞാൻ പറഞ്ഞല്ലോ ജോലി പോലെ, നേരത്തെ ബ്രദർ ചോദിച്ചില്ലേ, ജോലി പോലെ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. നമ്മൾ അതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ പാടി, പാട്ട് പാടുന്നതോടൊപ്പം വചനം പറഞ്ഞ് അവരാരെങ്കിലും ഇത് ലൈവ് ചെയ്യാത്തുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ ലൈഫ് ചെയ്യാൻ വേണ്ടി അതിന് കൊടുത്തേക്കുക. അതൊരു ജോലി പോലെ, ഇത് ശുശ്രൂഷനായിട്ട് കണ്ട് അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി സിസ്റ്ററിനെ പേഴ്സണലായി പരിചയപ്പെട്ടു. പിന്നീട് അങ്ങനെ നമ്പർ ചോദിച്ചു, ഞങ്ങൾ വിളിക്കും, സിസ്റ്റർ ചോദിക്കും. അന്ന് സിസ്റ്ററിനെ 50 വയസ്സുണ്ടെന്ന് തോന്നുന്നു, 50-60 വയസ്സുണ്ട്. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും, ഇങ്ങനെ ഫാമിലി ചോദിച്ചു. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഫുൾ ഡീപ്പായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും എന്നാലും ഞാൻ ആക്ച്വലി കുറച്ച് എൻ്റെ ലൈഫ് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം പിന്നെ ഒരു 1.5 വർഷം ലൈഫിൽ സിസ്റ്റർ ഇങ്ങോട്ട് കല്യാണത്തിന്റെ ഒരു കാര്യം, ഒരു ഓപ്പണിങ് ഇങ്ങോട്ട് തന്നു. അത് ഏതാണ്ട് ആ കുട്ടി നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ലൈഫുമായിട്ട്, കാരണം ഞാനാ മിടുക്കൻ നീയാ മിടുക്കൻ എന്നുള്ള ഒരു തല്ലുകൂട്ടം വരാത്ത രീതിയിലുള്ള കുറച്ച് പ്രോബ്ലംസ് ഉള്ള ഫാമിലി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഒരു ഒറ്റപ്പെട്ട ജീവിതമൊക്കെ. അപ്പൊ അതെനിക്ക് വളരെ അത് ദൈവത്തിന്റെ ഒരു കൊണ്ടെത്തിക്കാൻ, കാരണം എൻ്റെ ഉള്ളിലും അങ്ങനെയായിരുന്നു, അങ്ങനെ ഒരു ലൈഫ് പാർട്ട്ണറെ തെരഞ്ഞെടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. ബ്രദറിന്റെ ശുശ്രൂഷ ജീവിതത്തോട് ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു. തീർച്ചയായും. എൻ്റെ ഗുഡ്നസ്സിലൊക്കെ പ്രൈസ് ആൻഡ് വർഷിപ്പിന് പാട്ട് പാടാൻ്റെ കൂടെ വരുമായിരുന്നു. ഞാനാ ലീഡ് ചെയ്ത് തന്നെ. അപ്പൊ അദ്ദേഹം കോറസ് പാടാൻ വരും. ടിൻറ്റു എന്നാണ് പേര്, ടിൻറ്റു. മക്കൾ എത്ര പേരുണ്ട്? മക്കള് 3 പേര്. മൂത്ത ആള് 13 വയസ്സ്, ഫ്രാങ്ക്ലിൻ. രണ്ടാമത്തെ ആള് ഫ്രെഡ്ലിൻ 8 വയസ്സ്. മൂന്നാമത്തെ ആള് ഫിലോന 1.5 വയസ്സ്. ഈ കോവിഡ് വന്നപ്പോഴേ ഒത്തിരി ശുശ്രൂഷകരൊക്കെ അവര് പല ജോലി, ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ജീവിക്കണമല്ലോ. ബ്രദറിന് അങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് വല്ല മാറണമെന്നോ വല്ല തോന്നൽ വല്ല ഉണ്ടായോ? ബിസിനസ് നമുക്ക് ചിന്തിക്കാൻ പറ്റിയില്ല, പക്ഷെ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായി. കാരണം ആരംഭഘട്ടത്തിൽ ഇത്തിരി സ്ട്രഗിൾ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പല ജോലിക്കും പോയി തുടങ്ങി. ചില കരിങ്കല്ല് പണിക്ക് പോയി. ഈ കോവിഡ് വന്നതിന് ശേഷം കോവിഡിന്റെ ഫസ്റ്റ് അറ്റാക്ക് ടൈമില് അപ്പോ കരിങ്കല്ല് പണിക്ക് പോയി, പെയിന്റിങ്ങിന് പോയി, അങ്ങനെ പല മേസൺ പണിക്ക് ഹെൽപ്പറായിട്ടൊക്കെ പോയി. അപ്പൊ ഇങ്ങനെ എനിക്ക് അവരായിട്ട് ഒട്ടും ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു, കാരണം അവർ ഈ ബംഗാളികളും ഒക്കെ വരുന്നു. അങ്ങനെ വരുമ്പോൾ അവരുടെ ഒരു ബീഡി, അത് ബംഗാളി ബീഡി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ മണം എനിക്ക് ശരിക്കും ഭയങ്കര തലവേദന, ഒമിറ്റ് ചെയ്യാൻ വരിക, ഹാൻഡ്സ് യൂസ് ചെയ്യുന്നവര്, അതിന്റെ സ്മെല്ല് പറ്റുന്നില്ല. എനിക്ക് ഒട്ടും ഇവരായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല. ഒരു ദിവസം പോകും, പിന്നെ അവിടെ ആ സമയത്തൊക്കെ നമ്മളെ ആരും ഒന്ന് സഹായിക്കാനോ ഒന്നും ഇല്ലായിരുന്നു. പലയിടത്തും ഇങ്ങനെ ചോദിച്ചെങ്കിലും എല്ലാവിടെയും ജോലിക്കാരെ പിരിച്ചുവിടുന്നത് കേട്ടുമായിരുന്നല്ലോ. അപ്പൊ ചിലർ കുറെ പേര് ഹെൽപ്പ് ചെയ്തു. എന്റെ ജീവിതത്തിൽ ഇതേപോലെ തന്നെ കുറെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഉണ്ട്, ദൈവം ഒരുക്കി വെച്ച കരങ്ങളുണ്ട്. പക്ഷെ ആ സമയത്ത് ഈ സാധ്യതകൾ ഉപയോഗിക്കാന്ന് വെച്ചപ്പോ അതൊന്നും നടന്നില്ലായിരുന്നു. കാരണം അവർ ട്രൈ ചെയ്യാം. കാരണം പലരും പല വലിയ ബിസിനസ് ഉള്ളവരെ മുഴുവൻ മാറ്റിവെച്ചു. അപ്പൊ ഇങ്ങനെ പറയുമ്പോ അവരെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നല്ലാതെ ഒരു ജോലിയായിട്ട് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു തീരുമാനം കർത്താവിന്റെ അടുത്ത് പറഞ്ഞു, കർത്താവ് എനിക്ക് ഇവരുടെ കൂടെ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ജോലി ചെയ്യാൻ മനസ്സുണ്ട്, ഞാൻ കഷ്ടപ്പെടും, അതൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് ഛർദ്ദിക്കാൻ, അങ്ങനെ ഒമിറ്റ് ചെയ്യാൻ വരിക, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു. ബോസ്കോച്ചന്റെ അടുത്ത് തെങ്ങ് കയറുന്നൊരു മെഷീൻ കണ്ടു കാർമൽ ധ്യാന കേന്ദ്രത്തിൽ. അപ്പൊ ആ മെഷീൻ തെങ്ങ് കയറാന്ന് വെച്ചു. അപ്പൊ അച്ഛന് ഇറങ്ങിയ അതിത്തിരി പഴയതായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നീ അതിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ തീർത്തോ എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ അച്ഛൻ 2000 എടുത്തു തന്നെ ഇതിലേക്ക്. കാരണം അച്ഛനും ധൈര്യം ഉണ്ടായിട്ടല്ല, ഇഷ്ടം ഉണ്ടായിട്ടല്ല, പക്ഷെ ഏതെങ്കിലും സാധ്യത വേണമല്ലോ, അച്ഛനെന്നും സഹായിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ വിട്ടു. ഞാൻ പിന്നെ അങ്ങനെ വന്നു പതുക്കെ തെങ്ങ് കയറാൻ തുടങ്ങി.
2 വർഷം ഞാൻ പണിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നോ? 2 വർഷം തെങ്ങ് കയറി. ഈ ഈ കഴിഞ്ഞ 2 കൊറോണ ഈ തീരുന്ന വരെ തെങ്ങ് കയറി. ഇപ്പഴാ ധ്യാനം ലൈവായിട്ടുള്ളൂ. ഈ തെങ്ങ് ഈ കൊറോണ കാലഘട്ടത്തിൽ മുഴുവൻ തെങ്ങ് കയറി ഉപജീവനം കഴിച്ച ആളാണ്. അത് ശരി. അത് വളരെ വളരെ വാസ്തവത്തില് ബ്രദറിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത്ര പബ്ലിക്കായിട്ട് ലോകത്തോട് ഇങ്ങനെ വിളിച്ചു പറയാൻ സാധ്യത വളരെ കുറവാണ്. 2 വർഷക്കാലം ഞാൻ തെങ്ങ് കയറിയാണ് എന്റെ ഉപജീവന മാർഗം ഞാൻ നടത്തിയത് എന്ന് പറയാൻ അങ്ങേക്കോട്ടും മടിയില്ല. കാരണം അതിനൊരു ധൈര്യം. ആദ്യത്തെ തെങ്ങ് കയറിയപ്പോ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു തെങ്ങുമ്പോ ഞാൻ 3 കയറിനൊക്കെ വലിയുണ്ട്. അപ്പൊ ഹൈറ്റ് ഉള്ള തെങ്ങ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കയറിയില്ല. പരിശുദ്ധാത്മാ അപ്പോഴും ഒരു ജ്ഞാനം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറിയ തെങ്ങിലൊക്കെ 2-3 കയറി ഒരു ബലം വന്നു. അപ്പൊ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോഴാണ് ഞാൻ നല്ല ഹൈറ്റ് ചെമ്പൻ തെങ്ങ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതില് കയറി പകുതി വിട്ട് കഴിഞ്ഞപ്പോ ഒരു തെങ്ങ് കയറി എത്ര രൂപ കിട്ടും? ഒരു തെങ്ങ് കയറി 60 രൂപ കിട്ടും. ഒരു ദിവസം എത്ര തെങ്ങ് കയറുമായിരുന്നു? ഞാന് സമ്പാദിക്കാൻ വേണ്ടി കയറിയില്ല, ജീവിക്കാൻ വേണ്ടിയാ കയറിയ. അതുകൊണ്ട് ഞാനൊരു 10-12 തെങ്ങ് ഒരു 600-700 രൂപ ഒക്കെ കയറി. ഒരു ദിവസത്തേക്കുള്ളത് കൂലിക്കുള്ളത് കയറി. അങ്ങനെ അപ്പൊ അങ്ങനെ പോകുമ്പോ ഈ തെങ്ങ് കയറ്റമൊക്കെ ആയിട്ട് പോകുമ്പോ ഒരു ശുശ്രൂഷകനായിരുന്നല്ലോ ഞാൻ, എനിക്കിപ്പോ ഇങ്ങനെ ഈ ഒരു അവസ്ഥ വന്നല്ലോ, അങ്ങനെ ഒരു വിഷമമൊക്കെ മനസ്സിലുണ്ടായോ? അതിൽ ഒരിക്കലും ഒരു മോശപ്പെട്ടതല്ല ഞാൻ ഈ പറയുന്നത്, അങ്ങനെ ഒരു വിഷമമൊക്കെ ഉണ്ടായോ സ്റ്റാർട്ടിങ്ങില്? കാരണം എനിക്കിങ്ങനെ, കാരണം ആ തെങ്ങ് കയറേണ്ട അവസ്ഥ എനിക്ക്. പിന്നെ ഞാൻ ചിന്തിച്ചു, കാരണം ബൈബിളിൽ തന്നെ ശുശ്രൂഷകർ പൗലോസിലേക്ക് കൂടാരപ്പണി ചെയ്തു ഇങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇത് അധ്വാനിക്കുന്നതിൽ ദൈവം ഒരിക്കലും നമ്മുടെ എതിരല്ല. ഏതായാലും എനിക്ക് അങ്ങയോട് വളരെ ആദരവ് തോന്നുന്നു, വളരെ ആദരവ് തോന്നുന്നു. കാരണം ഈ നമ്മൾ ശുശ്രൂഷയില്ല, നമ്മൾ മനുഷ്യരെ ഒന്നും ആരിലും ആശ്രയിക്കാൻ പോകാതെ നമ്മളൊരു പുതുതായിട്ടൊരു തൊഴിൽ പഠിച്ച് തെങ്ങ് കയറി, അത് പരസ്യമായിട്ട് പറയാൻ ഒരു മടിയില്ലാതെ, ഇനിയാണെങ്കിലും ഇപ്പോ ശുശ്രൂഷ ഇല്ലാത്ത ആരെങ്കിലും തെങ്ങേറ്റത്തിന് വിളിച്ചാൽ, കാരണം ഇപ്പൊ തെങ്ങ് കയറാൻ ആളെ കിട്ടുന്നില്ല. ഇന്നലെ ഇടയ്ക്ക് വിളിച്ചു, ഞാനൊരു ശുശ്രൂഷയിലായിരുന്നു, അപ്പൊ വിളിച്ചിട്ട് തെങ്ങ് കയറാൻ വരും പറഞ്ഞു. അത് ഞാനപ്പോ അത് നിർത്തുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതാട്ട് ദൈവത്തോട് ചോദിച്ചപ്പോ ദൈവം ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോയി. അല്ല, നമുക്ക് ഇപ്പൊ ശുശ്രൂഷ കണ്ടിന്യൂ ആണ്. അപ്പൊ നമുക്കത് ഇനി പറ്റില്ല. ഇനി അങ്ങനെ ഒരു സാധ്യത വന്നാൽ വീണ്ടും തെങ്ങ് കയറാനും പ്രയാസമില്ല, ഒരു മടിയില്ല. ഇനി ഏതെങ്കിലും ഇടയ്ക്ക് ഇടവേള വന്നാൽ, നമ്മളിപ്പോ 365 ദിവസവും ധ്യാനമൊന്നും ആയിരിക്കത്തില്ലല്ലോ, അപ്പൊ ഇടയ്ക്ക് ആരെങ്കിലും വിളിച്ചാൽ നമ്മൾ പോയി അങ്ങനെ ചെയ്യാന്നാണ് ഞാൻ മനസ്സുകൊണ്ട് തെങ്ങേറ്റക്കാരില്ലല്ലോ മനസ്സുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പൊ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്യാപ്പ് വന്നു. അപ്പൊ കുറെ പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അവർക്കും കിട്ടുന്നില്ല. ഇതന്നെ അവരെല്ലാവരും പരാതി, ആരും വരുന്നില്ല, കയറുന്നില്ല, വീഴുന്നു. പിന്നെ ചിലപ്പോ നമ്മള് ഭയങ്കര ഒറ്റ കൈക്ക് രാത്രി വരെ കയറിയ സമയമുണ്ട്. കാരണം കൊച്ചുങ്ങളുള്ളടത്ത് വീഴുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ, അല്ലെങ്കിൽ തുണി അലക്കുന്ന സ്ഥലത്ത് വീഴുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് എന്റെ അടുത്തുണ്ടായി. അപ്പൊ അവിടെ അലക്കലും വന്ന് വീണ്ട ചേച്ചിന് മതി. അപ്പൊ പിന്നെ അത് പറഞ്ഞപ്പോ ഞാൻ രാത്രി എനിക്ക് തോന്നുന്നു 6:30 അത് കയറി. അപകടമാണല്ലോ. അപ്പൊ ഞാനത് ചെയ്യാം. അപ്പൊ ഇനിയാണെങ്കിലും ബ്രദർ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് കിട്ടിയ നമുക്ക് ചെയ്യാം. ഏതായാലും അങ്ങയുടെ ലൈഫ് ഒത്തിരി പേർക്ക് ഒരു പ്രചോദനമാകും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ശുശ്രൂഷ രംഗത്തുള്ള അങ്ങനെയുള്ളവരാണല്ലോ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. യാതൊരു ഈഗോ പ്രോബ്ലം ഇല്ലാതെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഒരു ഈഗോയും ഇല്ലാതെ ഇത്ര പരസ്യമായിട്ട് ഇതൊക്കെ തുറന്നു പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമല്ലത്. അപ്പം മുൻപോട്ടുള്ള ലൈഫിലും അങ്ങ് ഒരു ശുശ്രൂഷകനായി തന്നെ അറിയപ്പെടണം, ശുശ്രൂഷയിൽ തന്നെ ശക്തിയോട്ട് മുന്നോട്ട് പോകണം. എന്നാൽ അപ്പോൾ തന്നെ നമുക്കിതുപോലെയുള്ള ജോലികളും ഒക്കെ ചെയ്യാം. അതിനകത്ത് ഒരു മടിയും നമ്മൾ കാണിക്കേണ്ട, അത് കുറവായിട്ട് തോന്നേണ്ട ആവശ്യമില്ല. അതെല്ലാവരും നാട്ടുകാർ മുഴുവനും ശരിക്കും പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് ഇതില് അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം ടി വിയിലാണ് അവരെന്നെ പലപ്പോഴും കാണുന്നത്. ഗുഡ്നസ്സിൽ ശാലോമില ആദ്യകാലങ്ങളിൽ ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും നമ്മ ആ ഒരു തെങ്ങേറെന്ന് പറഞ്ഞാൽ മോശപ്പെട്ട പണിയല്ലെങ്കിലും ഭയങ്കര ഇതല്ലേ, അത് ചോദിച്ച് ഞാൻ മേടിച്ച കർത്താവിന്റെ അടുത്ത ധൈര്യം. അപ്പൊ ഇനി അത് എനിക്ക് വാസ്തവത്തില് അങ്ങയെ ഇവിടെ ആദ്യം വരുമ്പോ ഞാൻ ആദ്യം അങ്ങയെ കാണുമ്പോ എനിക്കൊരു ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം വളരെ ചുള്ളനായ ഒരു ചെറുപ്പക്കാരനെ ഈ പ്രോഗ്രാമിൽ നമ്മൾ അവതരിപ്പിക്കാന്ന് പറയുമ്പോൾ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഇതൊരു ദൈവ നിയോഗമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. തീർച്ചയായിട്ടും ഈ തീപിടിച്ചവരുടെ ഈ എപ്പിസോഡ് ഇതൊരു പ്രത്യേകമായ ദൈവത്തിന്റെ നിയോഗം തന്നെയാണ്. കാരണം ഈ സോജന്റെ ജീവിതം അനേകർക്ക് ഒരു പ്രചോദനമായി തീരണം. ഏത് തൊഴിലും എടുത്ത് ജീവിക്കാൻ ഒട്ടും നമ്മൾ മടിക്കേണ്ടതില്ല. ഒപ്പം തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ജീവിക്കാനായിട്ട് ഒരു തൊഴിൽ നമ്മൾ ചെയ്യുന്നു. അതിലൊന്നും ഒരു കുറവും കാണാതെ, ഒരു ഈഗോ പ്രോബ്ലം ഇല്ലാതെ
അത് വാസ്തവത്തിൽ വളരെ അനുകരണീയമായ ഒരു മാതൃകയാണ്. പൗലോസ്ലീഹ ഒക്കെ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. എല്ലാവരെയും പ്രചോദിപ്പിക്കാനായിട്ട് ഇദ്ദേഹത്തിന്റെ ഈ സാക്ഷ്യം ഒരു കാരണമായി തീരും. ബ്രദറെ, ഒത്തിരി സന്തോഷം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബ്രദർ.